എല്ലാവർക്കും PSC പസിലിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ 4 പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 3 എന്നിവ ശരിയാണ്. ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് സ്രവിക്കുന്നത്. ഇൻസുലിൻ്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു എന്നീ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് സ്രവിക്കുന്നത്. ഇൻസുലിൻ്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു. ഇൻസുലിൻ കരളിൽ സംഭരിക്കുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇൻസുലിൻ കരളിൽ സംഭരിക്കുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. 38ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്സിജൻ. ഓക്സിജൻ ഹരിതഗൃഹവാതകമല്ല. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൽ, നൈട്രസ് ഓക്സൈഡ് എന്നിവ ഹരിതഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. 39ാമത്തെ ക്വസ്റ്റ്യൻ, ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ സി ആണ് തെറ്റായ ജോഡി. ജീവകം എ സിറോഫ്താൽമിയ, ജീവകം ഡി റിക്കറ്റ്സ്, ജീവകം സി സ്കർവി എന്നിവ ശരിയായ ജോഡികളാണ്. ജീവകം B3യുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. B3യുടെ കുറവ് മൂലമാണ് പെല്ലഗ്ര ഉണ്ടാകുന്നത്. ജീവകം എ സിറോഫ്താൽമിയ, ഡി റിക്കറ്റ്സ്, സി സ്കർവി, B3 പെല്ലഗ്ര. 40ാമത്തെ ക്വസ്റ്റ്യൻ, വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. വൈറസ്. വൈറസ് ആണ് വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണു. 41ാമത്തെ ക്വസ്റ്റ്യൻ, സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ആർദ്രം. ആർദ്രമാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിയാണ് സുകൃതം. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിയാണ് സുകൃതം. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം. ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാർക്ക് സഹായം നൽകുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് സ്നേഹസ്പർശം. ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാർക്ക് സഹായം നൽകുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് സ്നേഹസ്പർശം. 42ാമത്തെ ക്വസ്റ്റ്യൻ, ഒരാൾ എയിൽ നിന്ന് പുറപ്പെട്ട് 4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ശേഷം വലത്തേക്ക് ലംബമായി തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് ബിയിലെത്തുന്നു. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര? ഓപ്ഷൻ സി ആണ് ആൻസർ. 5 കിലോമീറ്റർ. 43ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു നിശ്ചിത പ്രവേഗത്തിൽ മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കുക. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 2. പ്രസ്താവന 1, 2 എന്നിവ തെറ്റാണ്. ശരിയായ പ്രസ്താവന വായിക്കാം. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവുമായിരിക്കും. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവുമായിരിക്കും എന്നതാണ് ശരിയായ പ്രസ്താവന. 44ാമത്തെ ക്വസ്റ്റ്യൻ, പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. കിലോ വാട്ട് അവർ. വാട്ട്, ജൂൾ പെർ സെക്കൻഡ്, ഹോഴ്സ് പവർ എന്നിവ പവറിൻ്റെ യൂണിറ്റുകളാണ്.
45-ാമത്തെ ക്വസ്റ്റ്യൻ നാസ ഗോസ്യു ഉപഗ്രഹത്തിൻ്റെ പ്രധാന ദൗത്യം. ഓപ്ഷൻ എ ആണ് ആൻസർ. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവയുടെ പര്യവേഷണം. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവയുടെ പര്യവേഷണമാണ് നാസ ഗോസ്യു ഉപഗ്രഹത്തിൻ്റെ പ്രധാന ദൗത്യം. 46-ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2 എന്നിവ. ബ്രഹ്മപുരം, കോഴിക്കോട് എന്നിവയാണ് ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങൾ. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്നത് നാഫ്തയാണ് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്നത്. 47-ാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മൂലകമാണ് ബാപ്പിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ആൻറ്റിമണിയാണ് ബാപ്പിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളത്. 48-ാമത്തെ ക്വസ്റ്റ്യൻ റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. നൈട്രിക് ആസിഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നൈട്രിക് ആസിഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത്. 49-ാമത്തെ ക്വസ്റ്റ്യൻ സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓസ്മിയമാണ് സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം. 50-ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് എവിടെ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത്. 51-ാമത്തെ ക്വസ്റ്റ്യൻ ലോക ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. നവംബർ 10. നവംബർ 10-നാണ് ലോക ശാസ്ത്ര ദിനം ആചരിക്കുന്നത്. 52-ാമത്തെ ക്വസ്റ്റ്യൻ കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ജോസഫ് മുണ്ടശ്ശേരിയാണ് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത്.